Paris law, most of right God, son of righteous church, Papa, Papa, you're our Calvary, we praise you, Papa. You're our refuge, you're our shield, you're our fortress, you're our stronghold, Papa. You're our very present of all of my salvation, Papa. Adialage Studikino, Mahatapeditanapa, O Ramana Rabba, Shekorasia, Rahabo, supernatural miracle, Google prayer meeting in a Apanga, Pada Bedati, Summer Picking, Apa, hallelujah. Talabashe Korasi in the meeting in the Muravan Saundra control Pershitak Navi and Etudikumara Ganame, Adiod and the Pershitak Navi and Rikaname Pa, O Ramanara Shakaraba, the Partum Prathanes to the Stoutrilla, Apang, Kipahatagaramai Tirate, O Sukravi Agamai, you will summer picking Wapa, hallelujah. Pershitak Navi, Kadvervarilla, Pershitak Kuti Vertaname Apa, hallelujah, Papa, you are a refuge, you are a shield, you are a fortress, you are a stronghold, Apa, rock of ages, lily of the valleys, Apa, rose of Sharon, I praise you, cluster of Hannah blossoms, hallelujah, chiefest among the 10,000, we praise you, Jesus, hallelujah. Oh, Rico Rasi Karaba, Seko Rasi, great shepherd, white shepherd, oh, Rico Rasi Karaba, Shakalaba Ridige, Papa, you have voted for our chances, Papa, you have rose for our iniquities, Daddy, you bore the sin of many, you took our infirmities and bore our sicknesses, Papa. Oh, Rama Raka Shaka Raba Rita Karasia. You bore our grief and carried our sorrows. For that we praise you. Thank you, Jesus. Hallelujah. Pa, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അങ്ങയുടെ തിരക്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. അപ്പാ, ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ പാപക്കറകളെ തിരക്താൽ അപ്പാ അങ്ങ് കഴുകുമാറാകണമേ. അപ്പാ, ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ വരുന്ന അഭിഷിക്തനെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തമായി ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷിക്തനെ എടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി കടന്നു വരുന്നവരുടെ മേൽ ഹല്ലേലൂയ ചലിക്കണമേ കർത്താവേ. കർത്താവേ, കേൾക്കുന്ന വചനം ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യണമേ കർത്താവേ. ഓ, ഞങ്ങളെ റിന്യൂ ചെയ്യണം കർത്താവേ. ഓ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പർപ്പസ് ഞങ്ങളെ നിറവേറണമേ കർത്താവേ. ഓ രാമനെ കുടുംബത്തെ കുഞ്ഞിനെ യേശു രക്ത മറയ്ക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെ തിരക്ത മറയ്ക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി രാത്രി ഓ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓ റിക്കോ റാസികാലാലബ ശാന്തരാലബ, കർത്താവിനെ മഹത്വപ്പെടണമേ അപ്പാ. ഓ രോഗികൾ ഇന്ന് സൗഖ്യം പ്രാപിക്കണമേ കർത്താവേ. ഹൃദയം തകർന്നവരെ കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് അവരുടെ മുറിവുകൾ അങ്ങ് ഹല്ലേലൂയ സൗഖ്യമാക്കണമേ കർത്താവേ. രോഗത്താൽ കടന്നു വരുന്നവർ ഹല്ലേലൂയ രാത്രി സൗഖ്യം പ്രാപിച്ചു മടങ്ങുവാൻ സ്വർഗമേ അങ്ങ് ഇടയാക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ റിക്കോ റാസിയ, പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അങ്ങയുടെ അത്ഭുതം ഞങ്ങളുടെ മധ്യ ഇറങ്ങണമേ. അങ്ങ് അത്ഭുതമാരായി ഓ ഈ മീറ്റിങ്ങിനെ നടത്തണമേ പരിശുദ്ധാത്മാവേ. ഓ റിക്കോ റാസിയ, ഞങ്ങളെ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു. We are surrendering unto Jesus, unto Holy Spirit. Let Holy Spirit take control over this meeting. Take control of us. ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ അപ്പാ അങ്ങ് ഒരുക്കണമേ കർത്താവേ. ദൈവവചനം ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനെല്ലാം ഓ we break it in the mighty name of Jesus Christ കർത്താവേ. ഓ റിക്കോ റസിഖാലബ, ഓ വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും കർത്താവേ break it in the mighty name of Jesus Christ. ഈ ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെ ഓ റിക്കോ റസിഖാലബ ശാന്തരലബ, we break it in the mighty name of Jesus Christ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ ഇന്ന് രാത്രി കാണുവാൻ സ്വർഗമേ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുവാനായി ഓ ഞങ്ങൾ ഒരുങ്ങിയ പാങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ആയിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ
ഹല്ലേലൂയ പ്രവർത്തിക്കുന്നതിനാൽ എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓ റീകോ റസ്യ കേൾക്കുന്ന വചനം ഇന്ന് രാത്രി ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ കർത്താവേ. ഓ റീകോ റസ്യ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് വിതയ്ക്കുന്ന വിത്ത് ശത്രു കൊണ്ടുപോവാൻ ഞെരുക്കി കളയുവാൻ ഓ ഞങ്ങളുടെ വിഷയങ്ങളോ ഹല്ലേലൂയ ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പ്രതികൂലങ്ങളോ ഓ റീകോ റസിഖാലാരബ വചനത്തെ ഓ നശിപ്പിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കരുതേ. അത്തലാരബ ശന്തരബേ റീകോ ലവസന്തരലബ വചനം കേൾക്കുമ്പോൾ കർത്താവേ ഓ റീകോ റസ്യ ഞങ്ങളുടെ സ്പിരിറ്റിലേക്ക് ഓ വചന ക്രിയ ചെയ്യണമേ കർത്താവേ. ഓ അത് സംക്രമിച്ചു വെക്കാൻ കൃപ ചെയ്യണം കർത്താവേ. ഓ റീകോ റസിഖാലാലബ ഞങ്ങളുടെ ഹൃദയത്തിലെ ഓ ദൈവവചനത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ ചിന്തകളെയും ഓ എല്ലാ ആകുലതകളെയും ഓ ഞങ്ങളുടെ പ്രതികൂലങ്ങളെ ഞങ്ങളുടെ പ്രയാസങ്ങളെ എല്ലാം ഓ we hallelujah break it in the mighty name of Jesus Christ. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ജയമെടുക്കുകയാണ് അപ്പ. ഹല്ലേലൂയ. ഓ റിഗാലബറസ്യരൻ പാസ്റ്ററെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിലൂടെ ഇന്ന് രാത്രി അടിയൻ പറയുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ആ വചനത്തിന്റെ മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവേ വേഗം കൂട്ടി വരുത്തുമാറാകണമേ. സകല നാമ മഹത്വവും അപ്പച്ച മാത്രം എടുക്കണം. സകല പ്രാർത്ഥനയാചനെ അപ്പച്ച കിട്ടി കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചുന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വരുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു പവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു പവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനസാ. പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമനസാ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തോണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തോണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ
ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ ആർണ്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളിൽ അതിന്മേൽ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളിൽ അതിന്മേൽ ശരിക്കിരം പാടികൾ തറപ്പതിനായതു സ്മരിക്കുക വിസ്മയനീയം ശരിക്കിരം പാടികൾ തറപ്പതിനായതു സ്മരിക്കുക വിസ്മയനീയം ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ ആർണ്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം. Hallelujah. Rikala rasiko rasikara laba. Oh riko rasya പരമസമ്പന്നൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. Hallelujah. Oh riko rasikara laba. എന്തിനു വേണ്ടിയാണ് ദൈവമക്കളെ? Hallelujah. കാൽവരി ക്രൂശിൽ കർത്താവ് ഹല്ലേലൂയ തന്റെ ശരീരം അടിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമുക്ക് രോഗസൗഖ്യം ലഭിക്കുന്നത്. ഹല്ലേലൂയ. താൻ അവിടെ ദരിദ്രനായി തീർന്നത് കൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മൾ സമ്പന്നരാകുവാൻ ഹല്ലേലൂയ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത്. ഹല്ലേലൂയ. ഓ റീകോ റസ്യ ആ ഗിരിമുകളിൽ കുരിശു ചുമന്ന് ഹല്ലേലൂയ ഇരുമ്പാടികളാൽ തന്റെ ശരീരം അടിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരുമായിരുന്നു സ്വർഗത്തിലെ കർത്താവിന്റെ മനസ്സിൽ. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മക്കളായി തീരണം. ആ സ്വർഗത്തിൽ കർത്താവിനോട് ഇരുത്തപ്പെടണം എന്നുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് മുന്നിലാണ് ഹല്ലേലൂയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത്. ഹല്ലേലൂയ. നമുക്ക് വേഗം വചനത്തിലേക്ക് കടക്കാം. Hallelujah. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് I greet everyone in the mighty name of Jesus Christ. May God bless you all. Hallelujah. So let us read Exodus 19:5 and also 1 Patros 1 Peter 2:9. നമുക്ക് വേഗം വായിച്ച് വചന ധ്യാനത്തിലേക്ക് കിടക്കാം. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ലോകം മുഴുവനും ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനും ഹല്ലേലൂയ ഓ റീകോ റസ്യ എന്താ പറയാ അനുഗ്രഹിക്കപ്പെടുവാനുമാണ് ആക്ച്വലി ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. പഴയ നിയമം മുഴുവൻ നമുക്ക് പഠിക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ഒരുപാട് അവര് ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥയിലായിരുന്നു. അവർ എന്താ പറയാ പ്രവാസികളായിട്ട് ഹല്ലേലൂയ ശത്രു കൊണ്ടുപോയി. അങ്ങനെ ഒക്കെയുള്ള സമയത്തും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം അവരിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. പക്ഷെ പഴയ നിയമത്തിൽ കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഇസ്രായേൽ മക്കൾ അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു നിങ്ങൾ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു ട്രഷർ ആയിരിക്കും, സമ്പത്തായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സമ്പത്തായിരിക്കുക മാത്രമല്ല നിങ്ങൾ പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകുമെന്ന് സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞു. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഹല്ലേലൂയ
റിക്കോറസ്യ എന്താണ്? ക്രിസ്തുവിൽ നമ്മൾ അവന്റെ പ്രത്യേക സമ്പത്തും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവല്ലോ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നമ്മൾ 1 പത്രോസ് ഹല്ലേലൂയ 2:5-9 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്തിനാണ് പണിയപ്പെടുന്നത്? വിശുദ്ധ പുരോഹിത വർഗം ആയി തീരേണ്ടത്. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അതിന്റെ 9ാമത്തെ വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഹല്ലേലൂയ. ഓ റിക്കോറസ്യ. നമ്മൾ ആദ്യം എന്താണ്? നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. എന്തിനാണ് നമ്മളെ കൊണ്ടുവന്നത്? നമ്മളെ വിളിച്ച കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒരു പ്രത്യേക ജാതിയായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട്, ഹല്ലേലൂയ, വിശുദ്ധ വംശമായിട്ട് മാത്രമാണോ ഹല്ലേലൂയ സ്വന്തം ജനമാക്കി തീർത്തു. ഹല്ലേലൂയ. ആവർത്തനം 7:6 വീണ്ടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഹല്ലേലൂയ. ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവങ്ങളെ നമ്മളൊരു പ്രത്യേക ജനമായി കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. ഹല്ലേലൂയ. നമ്മൾ പഠിക്കുമ്പോൾ ഈ വചനം അതിന്റെ പ്രധാന ഹല്ലേലൂയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ തങ്ങളുടെ പദവിക്കായി ജനം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. നമുക്കറിയാം, അവർ ഒരുപാട് യാഗം ചെയ്തിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് നമ്മൾ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ എന്തൊക്കെ തരം യാഗങ്ങളാണ് അവർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ക്രിസ്തു ആ പദവി കൈവരിച്ച് നമുക്ക് സൗജന്യമായി നൽകി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം ഹല്ലേലൂയ 4-ാം അധ്യായത്തിന്റെ 4-5 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അബദ്ധനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും ഹല്ലേലൂയ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ രക്ഷയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സുവിശേഷത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് ഹല്ലേലൂയ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ഹല്ലേലൂയ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുവാൻ നമുക്ക് വേണ്ടതെല്ലാം കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. ഇനി നമുക്കൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടതില്ല രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ ദൈവമക്കളെ? ഹല്ലേലൂയ. ഓ റിക്കോറസ്യ. അത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ സ്വീകരിച്ചപ്പോൾ ആ രക്ഷ നമുക്ക് കിട്ടി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9:29. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഓ കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. നമ്മൾ ബൈബിൾ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ കർത്താവിന്റെ ശുശ്രൂഷ വേളകളിൽ കർത്താവ് ഹല്ലേലൂയ
പലരോടും നമുക്കറിയാം, പലയിടങ്ങളിലും കർത്താവ് ചോദിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് നീ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൽ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ഹല്ലേലൂയ നമ്മൾ രക്ഷ ലഭിച്ചത് എങ്ങനെയാണ്? നമ്മൾ ആ യാഗത്തിൽ വിശ്വസിച്ചതാണ് അല്ലെ. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായത്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിച്ചു. ഇവിടെയും ഹല്ലേലൂയ നമ്മൾ കർത്താവ് ചെയ്ത ആ യാഗത്തെ, ആ അത്ഭുത പ്രവൃത്തിയെ നമ്മൾ വിശ്വസിച്ചപ്പോഴാണ് നമുക്ക് ആ രക്ഷ ലഭിച്ചത്. അതുപോലെ തന്നെയാണ് നമുക്ക് രോഗസൗഖ്യവും. ഹല്ലേലൂയ. ഇസ്രായേലിൽ പലതവണ നമുക്കറിയാം അവർ അനുസരിക്കാതെ ദൈവത്തോട് മറുതലിച്ചു. ഹല്ലേലൂയ. എല്ലാവരെയും എന്താ പറയാ, ഈ ദൈവത്തെ അനുസരിക്കാതെ മാറി നിന്നപ്പോൾ തന്റെ മഹത്വത്തെ ഘോഷിക്കുവാൻ ഹല്ലേലൂയ കർത്താവിന് ഒരു വംശത്തെ വേണം. ഹല്ലേലൂയ. എന്താ പറയാ, മക്കളെ വേണം. ആ മക്കളെ ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്കറിയാം, പഴയ നിയമത്തില് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ആദാമും ഔവയും പാപം ചെയ്തു. ആദാമിനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ ഹിബ്രു ക്ലാസ്സസ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിന്റെ ഒറിജിനൽ ഹിബ്രുവില് എങ്ങനെയാണ് ഈ വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ കുറെ മിസ്റ്റേക്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന തിരുവഴുത്തുകളിലുണ്ട് ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഈ സാൽവേഷന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഹിബ്രു ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ഫ്രീ ആയിട്ടാണ് ആ ക്ലാസ്സുകൾ നടക്കുന്നത്. ആ എബ്രായ പശ്ചാത്തലത്തിൽ പൊരുൾ തിരിച്ച് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എബ്രായ ലേഖനത്തില് 22 അക്ഷരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ അക്ഷരത്തിന് 1 വാല്യൂ, ഏറ്റവും 22ാമത്തെ അക്ഷരത്തിനുള്ള വാല്യൂ 400. അങ്ങനെയാണ്. അതിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഈ 22 ഹിബ്രു അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തെ സ്വർഗത്തിലെ കർത്താവ് സൃഷ്ടിച്ചത്. ഭയങ്കര ഡീപ്പായിട്ടുള്ള എന്നെ സർപ്രൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനിടയായി. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഇത്രയും നാളും ഒരു IPC ചർച്ച് അല്ലെങ്കിൽ ഒരു AG ചർച്ചിൽ ഇരുന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്നും അല്ല. ഹല്ലേലൂയ. ആക്ച്വലി അത് പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വെസ്റ്റേണൈസ്ഡ് തിയോളജി, ദാറ്റ് മീൻസ് അതിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒറിജിനൽ ഹിബ്രുവിൽ നിന്ന് പലതും തെറ്റായി നമ്മൾ വ്യാഖ്യാനിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ മെയിൻ ഉദ്ദേശം, ഇപ്പം അതില് ഒരു എക്സാമ്പിൾ ഞാൻ ഇതിന് ഒന്ന് വ്യതിചലിച്ച് ഞാൻ പോവുകയാണെങ്കിൽ പറയുവാണ്, നമ്മളൊക്കെ സഭയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഹല്ലേലൂയ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ ദൈവത്തെ ആരാധിക്കാനാണ്. യെസ്, ഓഫ് കോഴ്സ് അത് ഒരു റീസൺ ആണ്. പക്ഷെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന്റെ അല്ലെങ്കിൽ അതിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഹല്ലേലൂയ മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രസംഗങ്ങളിലും ഞാൻ ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്ന കേട്ടിട്ടുണ്ട്, ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത്, ദൈവം എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഫേസ് മിററിൽ നോക്കിയാൽ മതി എന്നൊക്കെ. അതൊക്കെ വെറും പൊട്ടത്തരമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും നമ്മുടെ ഉള്ളത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും വെള്ളയിട്ട് പല കാര്യങ്ങളും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും. കർത്താവ് അതൊന്നും അല്ല നോക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ എന്താ പറയാ പുറമേ നോക്കുന്നു, സ്വർഗത്തിലെ കർത്താവ് നമ്മളെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്നൊരു വചനം നമ്മളെ ബൈബിളിൽ നോക്കിയപ്പോ കാണാം. അത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ആണ്. ഹല്ലേലൂയ. നമ്മളിപ്പം അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു 50,000 ഒരു ഫ്രിഡ്ജ്, ഇപ്പൊ ഫ്രിഡ്ജിനൊക്കെ അത്രയും വിലയുണ്ടല്ലോ, ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയി, ഒരു റെഡ് കളർ ഒരു ഫ്രിഡ്ജ് നമ്മൾ അവിടെ കണ്ടു, ഒരു മെറ്റാലിക് വൈറ്റും കണ്ടു. രണ്ടിനും എന്താ പറയാ കളറ് രണ്ടും ഡിഫറെന്റ് ആണ്, പക്ഷെ രണ്ടിന്റെയും വില 50,000 ആണ്. അപ്പം രണ്ടിന്റെയും വാല്യൂ ഒന്നാണ്. കർത്താവ് നോക്കുന്നത് ഈ എബ്രായ അക്ഷരങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഓരോന്നിനും വാല്യൂ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഈ ഓരോ അക്ഷരത്തിനും മെയിനായിട്ടും ഒരു കാര്യം എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം, നമ്മൾ ഇംഗ്ലീഷിൽ ABCD അതിന് ഒന്നും ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഒരു ഇംഗ്ലീഷ് പേര് പറഞ്ഞാൽ പോലും, നമ്മുടെ പേര് പറഞ്ഞാൽ പോലും അതിനൊരു അർത്ഥമില്ല. പക്ഷെ ഹിബ്രുവിൽ ഈവൻ ഈച്ച് സിംഗിൾ ലെറ്റർ ഹാസ് ഗോട്ട്
എന്താ പറയാ, ഒരുപാട് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ആ ഓരോ വാക്ക് അക്ഷരങ്ങൾ കൊണ്ടാണ് സ്വർഗത്തിലെ കർത്താവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഓരോ വാല്യൂ സിസ്റ്റം ഉണ്ട്. ദൈവത്തിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ആ വാല്യൂ സിസ്റ്റത്തിലേക്ക് തൻ്റെ മക്കൾ, അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വളർന്നു വരണം എന്നുള്ള ആണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. ഹല്ലേലൂയ. നമുക്ക് വേണമെങ്കിൽ പറയാം, പുതിയ നിയമത്തില് നമ്മൾ പറയുന്നതാണ് ക്രിസ്തുവിന്റെ തലയോളം വളരണം. ഹല്ലേലൂയ. നമ്മളിപ്പോ ഒരു ഫിസിക്കലി നമ്മൾ നോക്കിയാൽ നമുക്കൊരു എന്താ പറയാ 4 സ്റ്റേജസ് ഉണ്ട് അല്ലെ. നമ്മൾ ജനിച്ച കുട്ടി, ശൈശവം, അങ്ങനെ ഓരോ ഇതുണ്ട്. അതുപോലെ ഇതിനും ഹല്ലേലൂയ ഓരോ സ്റ്റേജസ് ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ അത് മനസ്സിലാക്കി നമുക്കൊരു വളർച്ച വേണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് നമ്മൾ സഭയിൽ വെറുതെ കൈയടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വിടുതൽ പ്രാപിക്കുക, പോവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്രയും വചന വെളിപ്പാടുകളുള്ള പൗലോസ് പോലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഫിലിപ്പിയ ലേഖനം 3 ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു പോകാൻ കാര്യം സമയമില്ല. ഹല്ലേലൂയ. ഞാനും ഓടുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇതുവരെയും എന്താണ് ഞാൻ പ്രാപിക്കേണ്ടതിന് പിടിച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രസ്സിംഗ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. ഞാനായിരിക്കുന്ന ഗോളിലേക്ക് ഞാൻ ഇപ്പോഴും പോകുന്നേ ഉള്ളൂ. ഇത്രയും വലിയ ഹല്ലേലൂയ വെളിപ്പാടുകൾ പ്രാപിച്ച ഹല്ലേലൂയ പൗലോസ് പറയുന്നത് അതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഓറിക്കോ റസിഖാരാലബ. We have എന്താ പറയാ, അത് മാത്രമല്ല, we had to reign over everything. നമുക്കറിയാം ഏദൻ തോട്ടത്തില് നമുക്കൊരു വാഴ്ചയുണ്ടായിരുന്നു. ആദാമിന് ഫുൾ പവർ ഉണ്ടായിരുന്നു സകലത്തിന്റെ മേലും വാഴുവാൻ. ഹല്ലേലൂയ. പക്ഷേ ആദാമും ഹവ്വയും പാപം ചെയ്തത് മൂലം ഹല്ലേലൂയ ഏദന് അവരെ പുറത്താക്കിയതോടെ ആ വാഴ്ച നഷ്ടപ്പെട്ടു. ആക്ച്വലി ഈവൻ നമ്മുടെ ചർച്ചിൽ പോലും ഹല്ലേലൂയ വാഴുന്നതിനെ കുറിച്ചും ഹല്ലേലൂയ ഗ്ലോറി റലത്തില് ആക്ച്വലി അങ്ങനെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആ തലത്തിലേക്ക് നമ്മൾ വളരാതെ, ഹല്ലേലൂയ, അത് റെവലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് നമ്മള് ഇനി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. ആ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം നമ്മൾ വാഴും. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് വീണ്ടും ആ ഏതൻ ലൈഫ് ഫുള്ളി നമുക്ക് കിട്ടുന്നത് ആ സമയത്താണ്. ഹല്ലേലൂയ. ആ അതോറിറ്റി, ആ അധികാരം. എന്നാൽ ഗ്ലോറി റലത്തിൽ ഹല്ലേലൂയ നമ്മൾ ഞാൻ പറഞ്ഞ ആ രീതിയിൽ നമ്മൾ വളരുവാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് അധികാരം ദൈവം തരും ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പം ഇസ്രായേൽ ജനന്റെ അനുസരണക്കേട് നിമിത്തം ഹല്ലേലൂയ അവർക്ക് എന്താ പറയാ പദവികൾ നഷ്ടമായി. എന്നാൽ യേശുവിന്റെ സമ്പൂർണമായ അനുസരണത്താൽ നമുക്കത് നേടിയെടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് എത്രയും നമ്മൾ പുതിയ നിയമത്തിലെ ഒരു വലിയ സത്യം അതാണ്. ദൈവത്താൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഹല്ലേലൂയ. റിക്കോ റസ്യ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഓ റിക്കോ റസിഖാരാലബ ശന്തർ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് യു ആർ ഹല്ലേലൂയ നിങ്ങൾ യു ആർ എ ചോസൻ റേസ്, യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, യു ആർ എ ഹോളി നേഷൻ. നമ്മൾ ദൈവത്തിന്റെ ഗോഡ്സ് ഓൺ പൊസഷൻ, ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇസ്രായേലിൽ മാത്രമേ ദൈവത്തിന്റെ വിശുദ്ധ ജനമായി വിളിക്കപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ അവന്റെ വിശുദ്ധ ജനമായി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു. എഫെസ്യ ലേഖനം 1:1 നമ്മളെടുത്ത് വായിച്ചാൽ അവിടെ കാണാം. അതുപോലെ എബ്രായർ 10:14 ഞാൻ വേഗം വായിക്കാം. എബ്രായർ 10:14. ഹല്ലേലൂയ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഓ റിക്കോ റസ്യ തന്റെ ഏകയാഗത്താൽ ഹല്ലേലൂയ നമ്മൾ എന്താണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ഹല്ലേലൂയ സദാകാലത്തേക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും സദാകാലത്തേക്കും സൽഗുണ പൂർത്തി
വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. റികാരാബ്രസ്യ. നിങ്ങൾ വിശുദ്ധനായ പിതാവിന്റെ സ്വഭാവം ഉള്ളവരായി തീരണം. അതാണ് ഞാൻ ആ വാല്യൂ സിസ്റ്റം ഞാനത് ഹിബ്രു ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്വഭാവം, ആ വാല്യൂ സിസ്റ്റത്തിലേക്ക് നമ്മൾ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഓ റികോറസ്യ. എഫെസ്യർ 2:19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, രക്തത്താൽ കഴുകപ്പെട്ട എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ വിശുദ്ധ വംശം. നമ്മളെല്ലാവരും, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, വി ആർ ഹോളി നേഷൻ. നമ്മളൊരു വിശുദ്ധ വംശമാണ്. നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. ഓ റികോ റസികാരാബ. നമ്മുടെ ദൈവത്തിന്റെ എന്താ പറയുക, തിരു രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരാണ്. ഹല്ലേലൂയ. ഓ റികോ റസിയ നരാരബ ശന്തരബ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന് നമ്മളിലൂടെ ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ ഹാലിൽ ഇറങ്ങണമെന്ന് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവമക്കളെ സ്വർഗത്തിലെ കർത്താവ് പറയുന്നത്, നമ്മുടെ ജീവിതം വി ഷുഡ് റിഫ്ലക്ട് ഹെവൻ കൾച്ചർ. നമ്മുടെ ജീവിതം കണ്ട് മറ്റൊരു വ്യക്തി കർത്താവിലേക്ക് വരണമെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ കൾച്ചർ നമുക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് എങ്ങനെ ഈ ഭൂമി, പലപ്പോഴും പലരോടും ബൈബിളിന്റെ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അവർ പറയും, ഓ യേശു കർത്താവ് പറഞ്ഞ കാര്യമൊക്കെ എങ്ങനെയാണ് നമുക്ക് അനുസരിക്കാൻ കഴിയുക, അത് ഭയങ്കര കട്ടിയല്ലേ. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാലാണ് ഈ ഭൂമിയിൽ നടത്തപ്പെട്ടത്. നമുക്കും പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ കർത്താവ് നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, കാരീസ് നിന്റെ കൂടെ ഉണ്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ. നീ ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും നയിക്കപ്പെട്ടാൽ യേശു കർത്താവ് എപ്രകാരം സകലത്തെ ജയിച്ചോ, എപ്രകാരം സകലത്തെ ഓവർകം ചെയ്തോ, അതുപോലെ നമുക്കും അതിജീവിക്കാൻ കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ. റികാരാബ്രസ്യ. നമ്മുടെ ക്രിസ്ത്യൻസ് ക്രിസ്തു ഉള്ളവൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അല്ലെങ്കിൽ യേശു കർത്താവിന്റെ സ്വഭാവം നമ്മളെ റിഫ്ലക്റ്റഡ് ആകുമ്പോൾ, യേശു കർത്താവിന്റെ കൂടെ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ എത്ര ജനമാണ് കൂടിയത് അല്ലേ. അതുപോലെ നമ്മുടെ അടുക്കലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പലരെയും നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പോവുക. എത്ര പേർ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തെരഞ്ഞെടുത്തത്, we are not chosen by the world. ഈ ലോകമല്ല നമ്മളെ തെരഞ്ഞെടുത്തത്, നമ്മുടെ സ്വർഗത്തിലെ കർത്താവാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മൾ എന്താണ്, our body is set apart for God's glory. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങേണ്ട ടെമ്പിൾ ആണ് നമ്മുടെ ബോഡി. കുദാരക സന്ദരബേ റികോ റവസന്ദരലബ. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. റികാരാബ്രസ്യ. ഓരോ നിമിഷവും ഈ ക്രിസ്തീയ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ നയിക്കുമ്പോൾ, അത് റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ പോലെ നമ്മൾ മനസ്സ് രൂപാന്തരം വരുത്തി ഓരോ നിമിഷവും ഹല്ലേലൂയ ആ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്യാരക്ടർ ചിലരെ കുറിച്ച് എനിക്ക് തോന്നുന്നു സാധു കൊച്ചു ഉപദേശിയാണെന്ന് തോന്നും. സാധുക്കുഞ്ഞ് ഉപദേശിയാണോ, നമ്മുടെ വേറൊരു സാധു സുന്ദർ സിംഗിനെ കുറിച്ചാണ്. ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ കണ്ടതാണ്. ഹല്ലേലൂയ. ഒരു ഭവനത്തിൽ കടന്നു പോയപ്പോൾ ആ വീട്ടിലെ മകൾ കൊച്ചുകുട്ടി ഓടി വന്ന പേരൻസിൻ്റെ അടുത്ത് പറയാം, യേശു വന്നിരിക്കുന്നെന്ന്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ ഇടവരട്ടെ ദൈവമക്കളെ. ഉടാലാശേക്കോ റസിഖാരാബ. നമ്മുടെ സംസാരം ഹല്ലേലൂയ ഓ ഉപ്പിനാൽ രുചി വരുത്തുന്ന കൃപയോടുകൂടെ ഉള്ള വാക്കുകളായിരിക്കട്ടെ. ദൈവജ്ഞാനത്താൽ നമ്മൾ സംസാരിക്കുന്നവരാകട്ടെ. ദൈവജ്ഞാനത്താൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഓ because we are a chosen race. നമ്മൾ ഒരു പ്രത്യേക ഹല്ലേലൂയ കർത്താവ് ചോസ് ചെയ്ത ഹല്ലേലൂയ ഒരു പ്രത്യേക we are a chosen race. We are a royal priesthood. ഹല്ലേലൂയ. നമ്മൾ രാജാവും പുരോഹിതന്മാരുമാണ്. ഹല്ലേലൂയ. നമ്മൾ വാഴുകയും priesthood എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ദേശത്തിന് വേണ്ടി ഇടവിൽ നിൽക്കുക. ആ രാജകീയ പുരോഹിത ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ
ദൈവത്തിന്റെ പ്ലാൻ പദ്ധതിയിലേക്ക് നമ്മൾ കയറുവാണ് ദൈവമക്കളെ. ഓ രാമനാശേക്കോ റസികാലബ ശന്തരലബ. ഇന്ന് രാത്രി അതിനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങേക്കുള്ളവളാണ്. ഹല്ലേലൂയ. ഓ റിക്കോ റസികാലബ ശന്തരലബ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക്, കർത്താവിന്റെ ആ വാല്യൂ സിസ്റ്റത്തിലേക്ക് വളരുവാൻ ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഹാലലൂയ. ദൈവസന്നിധി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഓ റിക്കോ റസികാലബ. നമ്മുടെ ഒരു കൾച്ചർ, നമുക്കൊരു ജനിച്ചു വളർന്ന ഒരു സ്ഥലത്തിന്റെ ഒരു കൾച്ചർ ഉണ്ട്. അത് മാറ്റിയിട്ട് നമുക്കൊരു ഹെവൻലി കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വർഷങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന അപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ നോട്ടത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ അപ്പ. ഹല്ലേലൂയ. ഓ റിക്കോ റസ ഹെവൻലി കൾച്ചർ വരുവാൻ ഞങ്ങളെ തന്നെ അപ്പ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അപ്പ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ യാചനയെ അപ്പച്ചക്കിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Thank you, Jesus. Thank you, Holy Spirit. Rimara si korasi karara veshendra labrasi andara vekalabam.